Hi, welcome to Talk with Nida Promi. കാലിങ്ങനെ വളഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി പെയിൻലെസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആർത്രൈറ്റിസ് ആയിട്ട് ഡോക്ടറെ അടുത്ത് വന്ന എല്ലാവരും നീ റീപ്ലേസ്മെൻ്റ് അല്ല. അതുകൂടാതെ നീ ഈ ഡിസ്ലൊക്കേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡോക്ടറെ, പലപ്പോഴും ഈ പ്രായമായവരിൽ ഈ കാലിങ്ങനെ വളഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ ആർത്രൈറ്റിസിൻ്റെ തേർഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും മുട്ടിൻ്റെ നമ്മുടെ മെക്കാനിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ചെല്ലുന്നത് ജോയിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ മെക്കാനിക്കൽ ആക്സിസ് വെയിറ്റ് ബെയറിങ് അകത്തായതുകൊണ്ട് യൂഷ്വലി നമുക്ക് അകത്തേക്കാണ് വളയുന്നത്. അപ്പോൾ ജോയിൻറ്റ് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിൻ്റെ ഒരു വശം താഴും, ഒരു വശമാണ് നമുക്ക് ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് യൂഷ്വലി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വശത്ത് ഇങ്ങനെ അകത്തേക്ക് വളയും. ഓക്കെ, അകത്തേക്ക് വളയുമ്പോഴാണ് ഇതിന് വാരസ് നീ എന്ന് പറയുന്നത്. അപ്പോൾ മുട്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അകത്തേക്ക് വളവുണ്ടാവും. അതിന് വാരസ് നീ എന്നാണ് പറയുന്നത്. പുറത്തേക്ക് വളയുന്നത് വാൽഗസ് നീ എന്ന് പറയും. പുറത്തേക്ക് വളയും. ഈ വാൽഗസ് നീ ആണ് ഞാൻ പറഞ്ഞത് അത്രയും കോമൺ അല്ല. പക്ഷേ അത് ഇഞ്ചുറീസോ നമ്മൾ നേരത്തെ ആക്സിഡൻസോ കാര്യങ്ങളോ ഫ്രാക്ചേഴ്സോ ടിബിയുടെ അവിടെ ഫ്രാക്ചറൊക്കെ വരുമ്പോൾ ഓൾറെഡി ഡാമേജ് ഉള്ളതുകൊണ്ട് അത് പുറത്തേക്ക് വളയാൻ സാധ്യതയുണ്ട്. യൂഷ്വലി കോമൺ ആയിട്ട് കാണുന്നത് വാരസ് നീ എന്ന് പറയും, അകത്തേക്കാണ് വളയുന്നത്. അപ്പോൾ ആ വളവ് കാണുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേജ് മുന്നോട്ട് കയറി, നമുക്കൊരു സ്റ്റേജ് ആർത്രൈറ്റിസ് സ്റ്റേജ് ആയി. അപ്പോൾ ഒന്നും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു, ഒന്നുകിൽ ആ സമയത്ത് ഇതുവരെ കാണിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ, അല്ലെങ്കിൽ ആ സമയത്ത് പെയിൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും വളഞ്ഞു. അത് കാരണം തന്നെ നമുക്ക് നമ്മുടെ നടത്തം രീതിയൊക്കെ മാറും. നമുക്ക് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ മുട്ട് വളഞ്ഞിട്ടാണ് നടക്കുന്നതുകൊണ്ട് ഓൾറെഡി നമ്മുടെ നടത്തത്തിൻ്റെ രീതി മാറും, ഗേറ്റ് മാറും, ബാക്ക് പെയിൻ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ സിവിയർ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണോ പരിഹാരം? അതെ, നമ്മൾ ഏത് സ്റ്റേജാണെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ മുട്ട് തേയ്മാനമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ ഏത് സ്റ്റേജാണെന്നാണ് ആദ്യം നോക്കുന്നത്. അത് ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് നോക്കുക. നമ്മൾ ക്ലിനിക്കലി എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻറ്റിനെ കണ്ട് പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കി പേഷ്യൻറ്റിന് എത്രത്തോളം മുട്ടിന് ഡിഫോമിറ്റി ഉണ്ട്. ഡിഫോമിറ്റി എന്നത് മുട്ടിന് വളവും കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ തേയ്മാനത്തിൻ്റെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, ഒരു തേർഡ് സ്റ്റേജ് കഴിയുമ്പോൾ മുട്ട് പതുക്കെ വളഞ്ഞു തുടങ്ങും. അത് അകത്തേക്ക് വളയാം അല്ലെങ്കിൽ പുറത്തേക്ക് വളയാം, ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ വളയാം. അതിന് അകത്തേക്ക് വളയുന്നതിന് വാരസ് നീ എന്ന് പറയും, പുറത്തേക്ക് വളയുന്നതിന് വാൽഗസ് നീ എന്ന് പറയും. അപ്പോൾ വാൽഗസ് നീ കുറച്ച് അൺകോമൺ, അത്രയും കോമൺ ആയിട്ട് കാണാറില്ല. പുറത്തേക്ക് വളയുന്ന അത്രയും കോമൺ ആയിട്ട് കാണാറില്ല, പക്ഷെ അകത്തേക്ക് വളയുന്നത് കുറച്ചും കൂടി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്നിട്ട് എക്സ്റേ എടുത്ത് നോക്കും. അതാണ് ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ടീക്കാന്ന്. പക്ഷേ നിന്നിട്ടുള്ള എക്സ്റേ എടുക്കും, സ്റ്റാൻഡിങ് എക്സ്റേ എന്ന് പറയും. സ്റ്റാൻഡിങ് എക്സ്റേ, നിന്ന് എക്സ്റേ എടുത്താലാണ് നമുക്ക് വെയിറ്റ് ചെന്നാൽ, വെയിറ്റ് ബാരിങ് എക്സ്റേ എന്ന് പറയുന്നതാണ്. വെയിറ്റ് ബാരിങ് എക്സ്റേ വന്നാൽ നമുക്ക് തേയ്മാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും, ഈ വളവും കാര്യങ്ങളും ചെയ്യാൻ. അതുകൂടാതെ സ്കാനോഗ്രാം എന്ന് പറയും. നമ്മൾ ഫുൾ ബോഡി, ഹിപ്പ് തൊട്ട് ആങ്കിൾ വരെ ഒരു ഒറ്റ ലെങ്ത് ഓഫ് എക്സ്റേ എടുത്താൽ മുട്ട് എത്രത്തോളം വളഞ്ഞു എന്നൊക്കെ അറിയാൻ പറ്റും. അതിലിപ്പോൾ എക്സ്റേയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫിസിയോതെറപ്പി, എക്സസൈസസ്, പെയിൻ കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മളിപ്പോൾ ഒബിസിറ്റി ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറയും, എക്സസൈസ് ചെയ്യാൻ പറയും, ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റം വരുത്തും, ബാക്കി അസോസിയേറ്റഡ് അസുഖങ്ങളുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ പ്രോഗ്രഷൻ നമുക്ക് സ്ലോ ചെയ്യാം. വേറെ ഇപ്പോൾ ഓൾറെഡി ഫോർത്ത് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് വന്ന് മുട്ട് ഓൾറെഡി ഡാമേജ് ആണ്. ആ കണ്ടീഷനിൽ നമ്മൾ ഈ പറഞ്ഞ ഇഞ്ചെക്ഷൻസോ വിസ്കോ സപ്ലിമെൻറ്റ്സോ അല്ലാതെ ടാബ്ലറ്റ്സോ ചിലപ്പോൾ ഒന്നും ഏൽക്കില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, മെഡിസിൻ നിർത്തിക്കഴിയുമ്പോൾ പിന്നെയും വേദനകൾ കൂടും. നമ്മൾ ലൈഫ് സ്റ്റൈലിനെ ബാധിച്ച് തുടങ്ങാമെന്ന് പറയും. നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് ബുദ്ധിമുട്ട് വരിക, നമുക്ക് നടക്കുമ്പോൾ വേദന വരിക, അല്ലെങ്കിൽ നമുക്ക് അമ്പലത്തിലോ പള്ളിയിലോ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പോകാൻ പറ്റുന്നില്ല, ഡെയിലി പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പറ്റുന്നില്ല, വീട്ടിൽ നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെയൊക്കെ സ്റ്റേജിൽ ക്ലിനിക്കലി പേഷ്യൻറ്റും പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എക്സ്റേയിലും നല്ല തേയ്മാനം ഉണ്ടെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് പറയും. അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആർത്രൈറ്റിസ് ആയിട്ട് ഡോക്ടറെ അടുത്ത് വന്ന എല്ലാവരും നീ റീപ്ലേസ്മെൻറ്റ് അല്ല. ആ ഒരു തെറ്റിദ്ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. ബിക്കോസ് അത് നോക്കിയും കണ്ടുമാണ്
റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ഡോക്ടറെ, മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. അപ്പോൾ എന്ത് ഉപയോഗിച്ചാണ് ഈ മുട്ട് മാറ്റിവെക്കുന്നത്? ഓക്കെ, അപ്പോൾ മുട്ടിൻ്റെ അകത്ത് 3 കോമ്പണൻ്റാണ് മുട്ടിനകത്ത്. അത് ആക്ച്വലി മുട്ടിനകത്ത് 3 കോമ്പണൻ്റാണ്. അപ്പോൾ മുട്ട് മുകളിലത്തെ ജോയിൻറ്റ് ഫീമർ, മുകളിലത്തെ എല്ല് ഫീമർ എന്ന് പറയും, താഴത്തെ എല്ല് ടിബിയ എന്ന് പറയും. അത് കൂടാതെ വേറെ ജോയിൻ്റ് ഉണ്ട് മുകളിൽ, നേരത്തെ പറഞ്ഞ ചിരട്ട എന്ന് പറയുന്നത്, പെറ്റല്ല എന്ന് പറയും. ഈ 3 ജോയിൻറ്റും കൂടി മാറ്റി വെക്കുന്നതാണ് നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ചിരട്ട മാറ്റിവെക്കാതിരിക്കാം, അത് സർജൻ്റെ ഇതുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജസ് കാര്യമായിട്ടില്ല. അതുകൊണ്ട് ചില ആൾക്കാർ, ഇപ്പോൾ ഞാനൊക്കെ ചിരട്ട മാറ്റി വെക്കാറില്ല, അൺലെസ് ആൻഡ് അൺടിൽ ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ ചിരട്ട മാറ്റി വെക്കുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് തേഞ്ഞു പോയ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ സെയിം സൈസുള്ള ഷേപ്പുള്ള മെറ്റലിൻ്റെ ഇംപ്ലാന്റ്, ആക്ച്വലി കോബാൾട്ട് ക്രോം എന്ന് പറഞ്ഞൊരു മെറ്റലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടിബിയൽ പ്ലേറ്റൊക്കെ സാധാരണ ഇപ്പോൾ ടൈറ്റാനിയം എന്ന് പറഞ്ഞ മെറ്റീരിയൽ വന്നിട്ടുണ്ട്, പക്ഷേ കൊബാൾട്ട് ക്രോം എന്നാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ വെച്ചിട്ട് സെയിം സൈസും ഷേപ്പും, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൈസാണ്, എല്ലായിടത്തും സെയിം സൈസ് അല്ല. അപ്പോൾ പല സൈസ് ഇംപ്ലാന്റ്സ് തിയേറ്ററിലുണ്ടാവും. അത് വെച്ച് സൈസ് മെഷർ ചെയ്ത് നോക്കി അത് കട്ട് ചെയ്തിട്ട് അതേ ഷേപ്പും സൈസും ഉള്ള ഇംപ്ലാന്റ്സ് റീപ്ലേസ് ചെയ്യും. അതേപോലെ താഴത്തെ ടിബിയക്കും നമ്മൾ റീപ്ലേസ് ചെയ്യും, കംപ്ലീറ്റ് ബോൺ കട്ട് ചെയ്തിട്ട് അതിന് പകരം മെറ്റൽ വെച്ചിട്ട്. ഇത് ഫിക്സ് ചെയ്യുന്നത്, ബോണിലേക്ക് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ടൈലൊക്കെ ഒട്ടിക്കുന്ന പോലെ സിമെൻറ്റ് എന്ന് പറയും. പക്ഷേ അത് ആ സിമെൻ്റ് അല്ല, ഇത് ബോൺ സിമെൻറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അതിൽ ആൻറ്റിബയോട്ടിക് കളർന്ന ബോൺ സിമെൻറ്റ് എന്ന് പറയുമ്പോൾ സോ ദാറ്റ് ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടി സിമെൻറ്റ് വെച്ച് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇത് രണ്ടിൻ്റെ ഇടയിൽ ഈ കാർട്ടിലേജിൻ്റെ സൈസും പിന്നെ മെനിസ്കസിന് പകരം, കാർട്ടിലേജിൻ്റെ സൈസിന് പകരം പോളി എന്ന് പറയും, നമ്മൾ പോളിയെത്തിലിൻ എന്ന് പറഞ്ഞു, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമാണ് യൂസ്. അപ്പോൾ പിന്നെ മുട്ട് ഓടുന്നത് യൂഷ്വലി ഇതിലാണ്. അപ്പോൾ ഇതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പിക്ചർ. ഓക്കെ, അതുകൊണ്ടാണ് പെയിൻ ഇല്ല എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് മുട്ട് തമ്മിൽ ഉറയുന്നില്ല, ബോൺ തമ്മിൽ ഉറയുന്നില്ല. പിന്നെ ഈ മെറ്റലിലാണ് ഓടുന്നത്, പ്ലാസ്റ്റിക്കിലാണ് ഓടുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ മുട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മാറ്റി വെച്ച ഒരാൾക്ക് സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുമോ, ഇൻക്ലൂഡിങ് സ്പോർട്സ്? ഇല്ല. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾ യൂഷ്വലി സ്പോർട്സ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല, ബിക്കോസ് അയാളുടെ ഏജ് ഓൾമോസ്റ്റ് 60. പക്ഷേ അതിൽ റെക്രിയേഷണൽ സ്പോർട്സ് ആണെങ്കിൽ പോലും നമ്മൾ ചാടി ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങളോ ട്വിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ അലൗ ചെയ്യൂല റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്? നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരാളുടെ ക്രൈറ്റീരിയ അയാൾക്ക് മാരത്തോൺ ഓടാന്നുള്ളതല്ല, അയാളുടെ ക്രൈറ്റീരിയ അയാളുടെ പെയിൻ റിലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി പെയിൻലെസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വേറെ ആളുടെ സഹായം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പള്ളിയിൽ പോകണം, നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാം, ബാത്റൂമിൽ പോകണം, വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നീ പെയിൻ കാരണം അല്ലെങ്കിൽ നീ ഡിഫോമിറ്റി കാരണം ക്രിപ്പിൾഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അഡ്വൈസ് ചെയ്യുന്നത് താഴെ ഇരിക്കാൻ പാടില്ല എന്ന് പറയും. താഴെ അത് ആക്ച്വലി അവർക്ക് നേരത്തെ തന്നെ താഴെ ഇരിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് സാധാരണ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അത് അങ്ങോട്ട് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അത് മെയിൻലി നമ്മുടെ ചുറ്റുമുള്ള മസിൽസൊക്കെ വീക്ക് ആയതുകൊണ്ടാണ് ആർത്രൈറ്റിസിലേക്ക് പോകുന്നത്. ആ മസിൽ വീക്ക്നെസ് കാരണം തന്നെയാണ് അവർക്ക് താഴെ ഇരിക്കാൻ പറ്റുക. വേറെ സ്റ്റെപ്പ് കയറുന്നതോ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, എക്സെപ്റ്റ് അവർ നേരത്തെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ഇപ്പോഴും ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. ഭയങ്കര ഹെവി സ്പോർട്സോ താഴെ കുത്തിയിരിക്കുന്നതോ ഭയങ്കര എക്സ്ട്രീം ഫ്ലെക്ഷൻ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതിന് കാരണങ്ങൾ ഈ ഇട്ട പ്ലാസ്റ്റിക്കും ചിലപ്പോൾ തേഞ്ഞു പോവും, കുറച്ച് നാൾ കഴിയുമ്പോൾ തേഞ്ഞു പോകാറുണ്ട്. അതിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. അതുകൂടാതെ നീ ഈ ഡിസ്ലൊക്കേറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, ബിക്കോസ് ഇത് എക്സ്ട്രീം മോഷൻ വന്നാൽ. അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ്. വേറെ നോർമൽ ചെയ്യുന്ന ഒരാൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവർ ലൈഫ് സുഖമായിട്ട് ലീഡ് ചെയ്യാം, പെയിൻ ഒന്നും ഒട്ടുമില്ലാതെ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നീക്കാം. ഡോക്ടർ, ശരിക്കും എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ സർജറി ആസ് സച്ച് മേജർ സർജറിയാണ്. നമ്മൾ ബോൺ കട്ട് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ പെയിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നുണയാണ്. പെയിൻ ഉണ്ടാവും, പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അനസ്തീഷ്യ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ, അനസ്തീഷ്യയുടെ ടെക്നീക്സ് ഒക്കെ കാരണം നമുക്ക് പെയിൻ വളരെയധികം കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് മുട്ടിനകത്ത് അത്
എസ്പെഷ്യലി പറയേണ്ടത് മുട്ട് പണ്ടൊക്കെ നമ്മൾ മുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ല പെയിൻ. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഇടയിൽ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കോക്ടെയിൽ എന്ന് പറഞ്ഞ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മുട്ടിനകത്ത് ഇഞ്ചെക്ട് ചെയ്യും. പല മെറ്റീരിയൽ മിക്സ് ചെയ്തുള്ള എലിമെൻറ്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഇഞ്ചെക്ഷൻ, അത് കോക്ടെയിൽ, അത് അനസ്തറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. വെച്ചാൽ പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പെയിൻ ഉണ്ടാവില്ല. അതുകൂടാതെ പല ബ്ലോക്സ് ഉണ്ട്. നമുക്ക് അഡക്ടർ കനാൽ ബ്ലോക്ക് എന്ന് പറയും. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ ആ ഭാഗം മാത്രം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സെൻസറി ബ്ലോക്കാണ്. നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷേ നമുക്ക് സ്കിന്ന് ആ ഭാഗം കാര്യങ്ങൾ ബ്ലോക്ക്, അപ്പോൾ പേഷ്യൻ്റ് ഒട്ടും പെയിൻ ഉണ്ടാവില്ല. മൂന്നാമത്തത് നമ്മൾ ചെയ്യുന്നത് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയും. നടുവിൽ കൂടി ട്യൂബ് ഇട്ടിട്ട് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ കൊടുക്കും. അപ്പോൾ എന്നിട്ട് വാക്കിംഗ് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ ഇതുണ്ട്. വെച്ചാൽ നമ്മൾ ആ ഇഞ്ചെക്ഷൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് നടക്കാൻ പറ്റും, പക്ഷേ സെൻസറി എഫക്ട്സ് ഒക്കെ ഉണ്ടാവില്ല. വെച്ചാൽ പേഷ്യൻ്റ് പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് പേഷ്യൻസ് ഒക്കെ വളരെ ഹാപ്പി. അപ്പോൾ പെയിൻ എന്ന് ആലോചിച്ച് വരുന്ന കുറേ പേരൊക്കെ കഴിയുമ്പോൾ പറയാറുണ്ട്, ഡോക്ടർ ഇത്രയും ഉണ്ടായിരുന്നുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും വേന നടക്കണ്ടായിരുന്നു. അപ്പോൾ ഈ പേടിനെ കുറിച്ച് പറയുമ്പോൾ ഇതും, അപ്പോൾ ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 14 years ബെഡ് റിഡൺ ആയിരുന്നു. 14 years. ഞങ്ങൾ ബൈലാട്രൽ നീ റീപ്ലേസ്മെൻറ്റ് ആ ലേഡിക്ക് ചെയ്തത് 75 years ഏജിലാണ്. അതും അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് ഒരു വാശി കൊണ്ട് മാത്രം അവർ വന്ന് ചെയ്ത്. അവർക്ക് 14 years അവർ കിടപ്പായിരുന്നു, നടക്കാൻ പോലും പറ്റില്ല. ഒരാൾ പിടിക്കാതെ നടക്കാൻ പറ്റുക, അത് നീ ഒറ്റ കാരണം കൊണ്ട് മാത്രം നടക്കാൻ പറ്റും. ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6-7 years ആയി. അവർ സുഖമായിട്ട് നടക്കുന്നു ഇപ്പോഴും നീ റീപ്ലേസ്. അപ്പോൾ അവർ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ വെറുതെ 14 years ഓഫ് ലൈഫ് നമ്മൾ വെറുതെ കളഞ്ഞു ബെഡിൽ ഒരാളുടെ സഹായം. അപ്പോൾ അതാണ് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് മേജറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ഒരാൾക്ക് എത്ര നാൾ വരെ സുഗമമായിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റും? അതേപോലെ ഈ ഒരു സർജറിയുടെ സക്സസ് റേറ്റ് എത്രത്തോളമാണ്? മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്ന, ഡോക്ടർ ഇതിൻ്റെ ലൈഫ് എത്രയാണ്? അത് ആക്ച്വലി വെരി വാലിഡ് നിൽക്കും എന്നുള്ളത്. ബിക്കോസ് ഏത് സാധനവും നമ്മളിപ്പോൾ എന്ത് മേടിച്ചാലും, ഇപ്പോൾ ഫ്രിഡ്ജ് മേടിച്ചാലും വാറൻറ്റി കാര്യങ്ങൾ അതേപോലെ, പക്ഷേ ഇതിന് ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ലൈഫ് എവിഡൻസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് ഇതിന് 15 years വരെയാണ്, 15 to 20 years ആണ്, 15 to അല്ലെങ്കിൽ 18 years വരെയാണ് ആവറേജ് ലൈഫ് സ്പാൻ ഇതിന് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ അതിന് കൂടുതൽ നിൽക്കുന്ന നീസ് ഉണ്ട്. വെച്ചാൽ നമ്മൾ മോർ ദാൻ 20 years കഴിഞ്ഞ് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ ചെയ്ത 20 years മുമ്പ് ചെയ്ത നീസ് ഇപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആവറേജ് വെസ്റ്റേൺ സ്റ്റഡീസും നമ്മൾ ഇന്ത്യൻ സ്റ്റഡീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 15 years ആണ്, 15 to 20 years ആണ് പറയുന്നത് നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഈ സക്സസ് റേറ്റ് ആണോ ചോദിക്കുന്നതെങ്കിൽ സക്സസ് റേറ്റ് വളരെയധികം സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ്. ബിക്കോസ് അതിൻ്റെ ടെക്നിക്കുകൾ മാറി. നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ റോബോട്ടിക് സർജറീസ് എന്ന് പറഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. റോബോട്ടിക് നാവിഗേഷൻ സർജറീസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോർ ആൻഡ് മോർ പ്രിസൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ജോലികൾ. അപ്പോൾ ആ ചെയ്യുന്ന സർജറി മോർ പ്രിസൈസ് ആവുന്നതുകൊണ്ട് അതിൻ്റെ ലൈഫും കൂടുതൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഹ്യൂമൻ എറേഴ്സും കുറവാണ്. പക്ഷെ എന്നാലും എപ്പോഴും എന്ത് റോബോട്ട് വന്നാലും ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു സർജൻ്റെ അത്രയും എന്തായാലും ഒരു മെഷീനിന് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിൽ അകത്തുള്ള ഇൻട്രിക്കസീസ്, ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ റോബോട്ടിന് പിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു എക്സ്പീരിയൻസ് സർജൻ എപ്പോഴും ഒരു അപ്പർ ഹാൻഡാണ്. ഒരു വെരി സക്സസ്ഫുൾ സർജറിയിലൊരു സർജറിയാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സർജറീസ് ചെയ്യുന്ന നീ റീപ്ലേസ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ നീ പെയിൻ, ആർത്രൈറ്റിസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നീ റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, ബാക്കി സർജറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള സർജറീസ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും മുട്ടുവേദനയെക്കുറിച്ചും മുട്ടുവേദനയുടെ ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.